ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 19 ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യൂസിങ് ഓൾ ഡിജിറ്റ്സ് ഫ്രം 0 to 9 എക്സാക്ട്ലി വൺസ് ദ ഫസ്റ്റ് ഡിജിറ്റ് കനോട്ട് ബി 0 ടു ക്രിയേറ്റ് എ 10-digit നമ്പർ. ഓക്കെ, 0 മുതൽ 9 വരെ വരുന്ന നമ്പേഴ്സ് യൂസ് ചെയ്ത് എല്ലാ നമ്പേഴ്സും ഒരു എക്സാക്ട്ലി വൺസ് മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അങ്ങനെയുള്ള നമുക്ക് 10-digit നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എഴുതി എന്ത് ചെയ്യണം? 10-digit നമ്പർ ക്രിയേറ്റ്. അത് ഈ നമ്പേഴ്സ് ഇങ്ങോട്ട് എഴുതാം. 0 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ നമ്പേഴ്സ്. ഇനി ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 3 യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലാർജ് നമ്പർ ഏതായിരിക്കും? ലാർജ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഈ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം 9 8 7 6 5 4 3 2 1 0. അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡിജിറ്റ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ, ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലാർജസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 എഴുതാനാണ് പറയുന്നത്. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ലാർജസ്റ്റ് നമ്പർ എഴുതാൻ പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 5 എന്തായിരിക്കും? എപ്പോഴും എൻഡ് ചെയ്യുന്നത് 0 ഓർ 5ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 5 എൻഡിങ് വിത്ത് 0 ഓർ 5. 5ന്റെ മൾട്ടിപ്പിൾ എപ്പോഴും 0-ലോ 5-ലോ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ നമ്പർ ഓൾറെഡി എൻഡ് ചെയ്യുന്നത് 0-ലാണ് അല്ലേ. അപ്പോൾ ഇനി അതിനേക്കാളും വലിയൊരു നമ്പർ നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്പർ എന്താണ്? 5ന്റെ മൾട്ടിപ്പിളുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് എഴുതാം? 9 8 7 6 5 4 3 2 1 0. അപ്പോൾ ഇതുപോലെ ഡിജിറ്റ് തന്നിട്ട് ലാർജസ്റ്റ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ ആ തന്നിട്ടുള്ള ഡിജിറ്റിനെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുക. സ്മോളസ്റ്റ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ ആ തന്നിട്ടുള്ള നമ്പറിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്മോളസ്റ്റ് ഈവൻ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതായിരിക്കും? സ്മോളസ്റ്റ് നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഈ നമ്പറിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 0 1ലായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഏതെങ്കിലും നമ്പർ 0 സ്റ്റാർട്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പേഴ്സിനെ 1 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 0 then 2 3 4 5 6 7 8 9. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ 0 നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കുമല്ലോ ആദ്യം എഴുതുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടുകാർ എന്ത് ചെയ്യും? 0 എഴുതിയാൽ ആൻസർ എന്താവും? തെറ്റാവും. അതുകൊണ്ട് നമ്മൾ 0യെ സെക്കൻഡ് പ്ലേസിൽ കൊടുത്തിട്ട് 1 0 2 3 4 5 6 7 8 9 എന്ന് എഴുതുക. ഇനി ഈവൻ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് മിസ്റ്റേക്ക് വന്നു അല്ലേ. 8 9 എന്നാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പോൾ ഇതിനെ ഈവൻ ആക്കാൻ എന്ത് ചെയ്യും? 9നെ 8ന്റെ പ്ലേസിൽ കൊടുക്കുക, 8നെ 9ന്റെ പ്ലേസിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ തിരിച്ചെഴുതുക. അപ്പോൾ നമ്മുടെ നമ്പർ എന്ത് വരും? 1 0 2 3 4 5 6 7 then 9 8 എന്ന് എഴുതുക. ഓക്കെ, ഇതാണ് സ്മോളസ്റ്റ് ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ 10,30,285 in words is 10,30,285. അതായത് ഈ നമ്പറിനെ വേർഡ്സിൽ എഴുതിക്കുകയാണ് ഇവിടെ. വിച്ച് ഹാസ് 42 letters. ഇങ്ങനെ എഴുതിയപ്പോൾ അതിനകത്ത് എത്ര ലെറ്റേഴ്സ് വന്നു? കൂട്ടുകാർ കൗണ്ട് ചെയ്ത് നോക്കിയാൽ ഇവിടെ 42 letters എന്ന് കിട്ടും. Give a 7-digit number name which has the maximum number of letters. അതായത് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ലെറ്റേഴ്സ് വരുന്ന രീതി 7-digit നമ്പർ എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഡൗട്ട് തോന്നും അല്ലേ, എങ്ങനെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 എന്ന് പറയുന്ന നമ്പറിലെ ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് വരുന്നത് എവിടെയാണ്? 1-നകത്ത് 1 ONE. ഓക്കെ, 1-നകത്ത് 3 digit ആണല്ലോ ഉള്ളത്. ദെൻ 2-നകത്ത് 3 digit. അതുപോലെ എല്ലാ നമ്പേഴ്സിലും അതായത് 1 to 9 വരെയുള്ള എത്ര ഡിജിറ്റ് ഉള്ള നമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് നോക്കുക. ദെൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിജിറ്റ് വരുന്നത് ഏതാണ്? 3-കകത്ത് എത്ര ഡിജിറ്റ് വരും? 3 എന്ന് എഴുതുമ്പോൾ നമുക്ക് 1 2 3 4 5. ദെൻ 6-നകത്ത് 3 ഉള്ളൂ. 7-നകത്ത് എന്ത് വരും? 7 എന്ന് എഴുതുമ്പോൾ അതിനകത്ത് 5 digit ഉണ്ട്. ദെൻ 8-നകത്ത് 5 digit ഉണ്ട് അല്ലേ. 8-നകത്തും 5 digit നമ്പേഴ്സ് ഉണ്ട്. ദെൻ 9-നകത്ത് 4 digit ആണ്. 10-നകത്ത് 3 digit ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ഈ 3 7 8 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് യൂസ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഏറ്റവും വലിയ നമ്പർ കിട്ടും.
ദെൻ 7 ഡിജിറ്റ് നമ്പർ ചോദിക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ഡിജിറ്റ് വേണം? 1 2 3 4 5 6 7 ഡിജിറ്റ് നമ്പർ. ഇവിടെ നമ്മൾ 77ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 77 എന്ന് നമ്മൾ എഴുതുമ്പോൾ എത്ര ഡിജിറ്റ് വരും? 77. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 ഡിജിറ്റ് വരും. ദെൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ വരും? നമ്മൾ ഇവിടെ 33 എന്ന് എഴുതിയാൽ എന്ത് വരും? 33. 33യുടെ സ്പെല്ലിങ്ങിനകത്ത് എത്ര ഡിജിറ്റ് വരും? 33. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ഇതിനകത്ത് 11 ലെറ്റേഴ്സേ ഉള്ളൂ. ദെൻ 8 സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ 88 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റാർട്ട് ചെയ്താൽ 88. അതിനകത്ത് എത്ര ലെറ്റേഴ്സ് വരും? 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ഇതിനകത്തും 11 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് വരുന്നത് 7ൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലെറ്റേഴ്സ് കിട്ടി. അപ്പോൾ ഞാൻ ഈ എല്ലാ ഡാഷിലും 7 എന്ന് കൊടുക്കുകയാണ്. ഈ നമ്പർ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? 77,77,777. അപ്പോൾ ഇതിന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? സ്പെല്ലിങ്ങിൽ എഴുതുക, ലെറ്റേഴ്സിൽ എഴുതുക. എന്നിട്ട് അതിനകത്ത് വരുന്ന ലെറ്റേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 61 ലെറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 61 നമ്പർ ഓഫ് ലെറ്റേഴ്സ് നമ്മൾ ഇതിനെ വേർഡ്സിൽ എഴുതുമ്പോൾ കിട്ടും. 61 ലെറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ചാനൽ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അല്ലേ?